ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ 1 മണിക്കാണ് വീഡിയോ എടുക്കുന്നത്. രാവിലത്തെ വീഡിയോ അല്ല കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നിപ്പോൾ ഞാൻ ഇസമോളൊക്കെ ഉറക്കിയിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇന്ന് വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് മുഹറത്തെ നോമ്പ് ഞാൻ നോറ്റിക്കണേ. അപ്പോൾ ഇന്ന് സ്കൂളിൽ മീറ്റിങ്ങും ഉണ്ട്. സ്കൂളിൽ മീറ്റിംഗ് വൈകുന്നേരം 3:30-ക്കാണ്. അപ്പോൾ 4 മണി 4:30 ആവും മീറ്റിംഗ് കഴിഞ്ഞ് വരാൻ. അപ്പോൾ അതിൻ്റെ മുമ്പ് നോമ്പ് തുറക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോകണം. ഏകദേശമൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോകണം. പിന്നെ ഇസമോൾ ഉറങ്ങുന്ന സമയം എടുത്താൽ ഒരു ഒച്ചപ്പാടൊന്നുമില്ലാതെ നല്ല ഉഷാറായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചിക്കൻ കറിക്കുള്ളതാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ തക്കാളിയും ഉള്ളിയും പച്ചമുളകൊക്കെ ഇതിന് എടുത്തെടുക്കുകയാണ്. പച്ചമുളക് 2 പാത്രത്തിലുണ്ട്. 2 പാത്രത്തൊന്നും കൈയിട്ട് വാരിയിട്ടാണ് ഇന്ന് പച്ചമുളക് എടുക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഉണ്ടാവില്ല, ഇഞ്ചി എടുക്കണം. ഇഞ്ചി ചെറിയ കഷ്ണയിൽ മുറിച്ച് തന്നെ ഉണ്ടായതുകൊണ്ട് ഇന്ന് അങ്ങനെ എടുത്തിട്ടോ. പിന്നെ ഈ ഉള്ളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സവാള ഞാൻ അങ്ങനെ അങ്ങോട്ട് എടുക്കും. വെളുത്തുള്ളി ഉണ്ടല്ലോ, വലുത് നോക്കി എടുക്കും. ഈ അവസാനം ചെറുതാവുമ്പോൾ അതും ഞാൻ തന്നെ എടുക്കാനുള്ളത് എന്നുള്ള ബോധം എനിക്ക് ഉണ്ടാകും. എന്നാലും ഞാൻ അങ്ങനെ തന്നെ എടുക്കും. അപ്പോൾ ഇതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അരിഞ്ഞ് ചിക്കനൊക്കെ ഒന്ന് കേകി വൃത്തിയാക്കി വെച്ചിട്ട് എന്തായാലും വീഡിയോ എടുക്കട്ടോ. അല്ലാതെ വീഡിയോ എടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇവിടെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൻ്റെ മുമ്പ് ഇവിടെ ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇത് ചിക്കന് മഞ്ഞൾപ്പൊടി ഉപ്പും മുളകും പൊടി ഇട്ടിട്ട് ഒന്ന് കായം കൂട്ടി വെക്കാൻ കേട്ടോ. എന്തെങ്കിലും ഒരു പൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് നോമ്പോട്ട് എന്തെങ്കിലും ഒരു പൊരി വേണം. ആനൂസിനും അതേപോലെയാണ്, നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ ഞാനതൊന്ന് കായം കൂട്ടി വെക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഈ സവാളയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ പാടെ അങ്ങോട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിനുള്ള ഓയിലോ എന്താ വെച്ചാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2-3 വിസിലടുപ്പിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഞാനത് അടുപ്പത്ത് വെച്ചിട്ട് അത് വിസിലടിച്ചാൻ തുടങ്ങിയിരിക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ വിസിൽ ഞാനൊന്ന് തൊട്ടെടുക്കണം, എന്നാലേ അടിച്ചുള്ളൂ. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് ഈ വിസിലിന് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും പൊരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞില്ല, അതിനുള്ള ചിക്കൻ ഞാനിവിടെ പൊരിച്ചാൻ വെച്ചിരിക്കണം കേട്ടോ. അത് ഞാൻ അതിൻ്റെ ഇടയിൽ വെച്ചിരിക്കുന്നു. പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളൂ കേട്ടോ. ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ, പൊരിച്ചെടുത്ത ഒരു ചട്ടിക്ക് തന്നെ 2 സവാള അരിഞ്ഞതും പിന്നെ പച്ചമുളക്, ഇഞ്ചി, ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി സാധാരണ ഇടലില്ല, എന്നാലും ഞാൻ ഒരു വെളുത്തുള്ളി എടുത്തിന്. അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്താണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇത് അതിനോട് ഉണ്ടാക്കിയോട്ടെ വിചാരിച്ചിട്ട്. ഈ ഒരു ഫില്ലിങ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുമ്പോൾ. എന്ത് സാധനം ഉണ്ടാക്കണമെന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഫില്ലിങ് അവിടെ റെഡിയാക്കി വെക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളെ കുക്കറൊക്കെ വിസിലടിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്തിന് കേട്ടോ. 3 വിസിലടിച്ചപ്പോൾ ഓഫ് ചെയ്തിന്. അപ്പോൾ നല്ല പച്ചക്കറിയൊക്കെ നല്ലോണം ഉപയോഗം. ഇതിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കലുണ്ട്. ഇന്ന് ഉരുളക്കിഴങ്ങ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കറിവേപ്പിൻ്റെ എല്ലാം, മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ മല്ലിച്ചപ്പ് ഇല്ലാത്തതുകൊണ്ട് അത് ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറോളം നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. ഇത് സാധാരണ വാട്ടിയിട്ട് ഉണ്ടാക്കലുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പുറത്തെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് അടി പിടിച്ചോളേ. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷനിലാണ്, ഉണ്ടായതുകൊണ്ട് ആഡംബരമായി ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ അതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്കാണ് ചിക്കൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 വിസിലടുപ്പിച്ച് ചിക്കന് വേവോളം എത്ര വിസിലാണ് വെച്ചാൽ അടുപ്പിച്ച് കൊടുത്താൽ നമ്മളെ ചിക്കൻ കറി വേവും. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കലുണ്ട് ഞാൻ, ഇടയ്ക്കിടയ്ക്കൊക്കെ വാട്ടിയിട്ട് ഉണ്ടാക്കലുണ്ട്. ഇന്നിപ്പോൾ പോവാണ്ടായതുകൊണ്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇടയ്ക്കിടയ്ക്ക് മൂടി വെച്ചും തുറന്നാണ്ടൊക്കെ റെഡിയാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണുള്ളൂ. കുറേ വെള്ളം ഒഴിച്ച് കൊടുത്താൽ കറി രസം ഉണ്ടാവില്ല വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഇത് കൂക്കിച്ചെടുക്കാം. അതിൻ്റെ ഇടയിൽ നമ്മളെ മറ്റേ ഫില്ലിങ് റെഡിയാക്കി വെച്ചിട്ടാണ് പത്തിരിയൊക്കെ ചുട്ടെടുക്കാൻ കേട്ടോ. ഈ ഫില്ലിങ് ഇപ്പം ഉണ്ടാക്കി വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ വരുമ്പോഴത്തിന് ചൂടാറിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇതും ഞാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കായായിട്ടൊന്നും ഇടണില്ല കേട്ടോ. ഇതിലേക്കാകെ ഗരം മസാലയും ചിക്കൻ മസാലയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമ്മളെ ചിക്കൻ ഒന്ന് പൊടിച്ചെടുക്കണം. ഞാൻ എത്തിലും പൊടിച്ചെടുക്കില്ല. ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ ചോപ്പറിൽ ഇങ്ങനെ ആക്കി കൊടുക്കലാണ്. ഇവിടുത്തെ ചോപ്പർ കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ. കുറച്ച് മുമ്പ് ഞാനൊരു ചോപ്പർ വാങ്ങിയിനി. അപ്പോൾ ഈ ഒരു ചിക്കൻ ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ കൈനോടാക്കാനുള്ള കാരണം ചോദിച്ചാൽ 2-3 ചിക്കനിൽ ഞാൻ എല്ല് കണ്ടുകയാണ്. അപ്പോൾ ആ എല്ല് പോക്കണം എന്നുണ്ടെങ്കിൽ കൈനോട് തന്നെ ആക്കി കൊടുക്കണമല്ലോ. അങ്ങനെ അത് കൈയിനോട് ഇങ്ങനെ പൊടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇസമോൾ എന്നെ വന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. ആണ് ആ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഗരം മസാലയും ചിക്കൻ മസാലയും പിന്നെ ഒരു തുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഉപ്പ് ഈ ഒരു സവാളയ്ക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ സവാളയ്ക്കുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമ്മളെ ചിക്കനും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഞാനിതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയതാണ്. ഉണ്ടായതുകൊണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ്, കുറച്ച് ആഡംബരമായിക്കോട്ടെ വിചാരിച്ചിട്ട്. അങ്ങനെ ഈ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ചിക്കൻ എന്തൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഈ ഫില്ലിങ് ഒരു രസം ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഫില്ലിങ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടുന്ന് മാറ്റി വെക്കണം. ഞാൻ അഥവാ വരുന്നതിന് മുമ്പ് ഇവിടെ അനൂസ് എത്തുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഫില്ലിംഗ് ഒക്കെ തിന്ന് കഴിയും. കാരണം ഓൻ ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചിക്കനിട്ട് എന്ത് സാധനവും ഓൻ അടിച്ചു മാറ്റും. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച്
ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. കുറച്ച് ഒഴിച്ച് കൊടുക്കണുള്ളൂ. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അഥവാ ആരെങ്കിലും ഉണ്ടാക്കി ഉണ്ടാക്കിയോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറയണത്. ചിലപ്പോൾ അതാരും ഉണ്ടാക്കലൊന്നും ഉണ്ടാവില്ല, എന്നാലും ഉണ്ടാക്കാൻ പറ്റണമല്ലോ ഉണ്ടാക്കിക്കോട്ടെ അല്ലേ. അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കുകയാണ്. ഒരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അടുപ്പുള്ള. ഇത് ചൂടാറിയിട്ട് അടിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് പത്തിരി ചുട്ടെടുക്കാൻ പോവുകയാണ്. ഇസമോൾ ഉറങ്ങണോണ്ട് തന്നെ ഇങ്ങനെ ഇസമോളൊന്നും കാണിച്ചാൽ ഇങ്ങനെ വീഡിയോ എടുക്കുക. അപ്പോൾ നമ്മളെ കിച്ചണിൻ്റെ വീഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ആ ചട്ടി നന്നായിട്ട് ചൂടായിക്കുന്നുണ്ട്. ചട്ടി ഞാൻ വെച്ചിട്ട് കുറച്ച് നേരം അയക്കണം. അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിതിങ്ങനെ ചുട്ടെടുക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇവിടെ തോത്തി തുടക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ തോത്തി തുടച്ച് പാത്രമൊക്കെ കേക്ക് ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. അതൊന്നും പിന്നെ വീഡിയോ എടുത്തില്ല. എനിക്കൊരു സ്വഭാവമുണ്ട്, ഇങ്ങനെ എടുക്കുന്നതിനനുസരിച്ച് ഇവിടെയൊക്കെ തോത്തി തുടച്ച് നന്നാക്കുക. ചിലപ്പോൾ കൈയൊക്കെ പൊള്ളും. അങ്ങനെ അതാ തോത്തി തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ചട്ടി നല്ലോണം ചൂടായി അങ്ങോട്ട് എത്തിയാണ് കേട്ടോ. നമ്മളെ ചിക്കൻ കറിയുടെ വെന്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മളെ പത്തിരി ചുട്ടെടുക്കുക. ഇതിൻ്റെ പത്തിരി ഇതുമൂലൊരു 6 ചിലപ്പോൾ 5 ഒക്കെ പോകും. സാധാരണ ഒരു പത്തിരി ഇതിമ 4 ഒക്കെ പോകുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം പത്തിരിൻ്റെ വലിപ്പം കൊണ്ടേ ചിലപ്പോൾ ചില പത്തിരി നല്ല വലിപ്പം ഉണ്ടാവും, ചില പത്തിരി വലിപ്പം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് ഞാൻ ചുടലല്ല എൻ്റെ ഉരുളൻ്റെ പ്രശ്നം ഇക്കാരം, അല്ലാത്ത പ്രശ്നമൊന്നുമല്ല ഇക്കാരം. അങ്ങനെ നമ്മളെ ചിക്കൻ കറി ഇങ്ങനെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ഞാനിവിടെ എന്തൊക്കെ ഉണ്ടാക്കിയൊന്ന് കാണിച്ചു തരാം. ഇത് ഇന്നലത്തെ മീൻ പൊരിച്ചതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അടിയിൽ ചോറുണ്ട്, പിന്നെ ഇതിൽ കറിയുണ്ട്, അതിൻ്റെ അടിയിൽ കഞ്ഞിയാണ് കേട്ടോ. ഒന്ന് നോമ്പ് നോറ്റുകൊണ്ട് ഞാൻ ഇതമൊക്കെ കഞ്ഞിയൊക്കെ വെച്ചിരിക്കണേ. എന്തെങ്കിലുമൊക്കെ പള്ളയിലാക്കണ്ടേ, ഇന്നെ കറന്നെത്തും കിട്ടൂലല്ലോ, അത് വിചാരിച്ചിട്ട് ഞാനൊക്കെ ഇന്ന് കഞ്ഞി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കുക്കർ വിസിലടിച്ചാനയക്കണം. ഈ വിസിൽ തൊട്ടുകൊടുത്താലേ അടിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാനൊന്ന് തൊട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പാണ് അടിച്ചു വിസിൽ. ഈ കുക്കറിന് ചില സമയത്ത് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ചില സമയത്ത് തന്നാലെ അടിട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളെ പത്തിരി ഇവിടെ ഇങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ എനിക്ക് നോമ്പ് നോറ്റാൽ ഈ സാദാ ചോറൊന്നും എന്നെ കൊണ്ട് തിന്നാൻ കഴിയില്ല. ഞാൻ എന്തെങ്കിലും പൊരികളും ജ്യൂസുകളും മാത്രമായാലും എനിക്ക് പ്രശ്നമല്ല. പക്ഷേ പത്തിരിയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയ 2 എണ്ണമൊക്കെ തിന്നും. നോമ്പ് തുറക്കുമ്പോൾ എന്നോട് തിന്നാൻ കഴിയില്ല. പിന്നെ ഞാൻ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് തിന്നൽ. പിന്നെ ഇപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കണം എന്താണെന്ന് ചോദിച്ചാൽ രാത്രിയൊക്കെ എല്ലാവർക്കും ഇതങ്ങോട്ട് തിന്നാന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് ഒറ്റക്കായിട്ട് ഉണ്ടാക്കില്ല, അതുകൊണ്ടാണ് ഇത്ര തോന്നട്ടോ. ഇവിടെ ഉണ്ടാക്കിയാൽ പിന്നെ എല്ലാവർക്കും വേണം. അതിൻ്റെ ഇടയിൽ കുഞ്ഞാവ് പോകാനായിന്. അപ്പോൾ ഞാൻ പാല് കുറച്ച് വാങ്ങി വെച്ച്, പിന്നെ ഈ ബുക്കിൽ പേര് എഴുതാനുണ്ട്, അതും എഴുതി കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാല് ഞാൻ ഫ്രിഡ്ജിക്ക് വെക്കാൻ പോവാണ്. ഇവിടെ പുറത്ത് വെക്കണ്ടല്ലോ, വൈകുന്നേരത്തിനല്ലേ, വൈകുന്നേരത്തിനും അല്ല രാത്രിക്കൊക്കെ അല്ലേ. സാധാരണ ഇവിടെ പാല് വാങ്ങലില്ല. പാല് വാങ്ങലുണ്ടെങ്കിൽ പിന്നെ അവിടെ വെക്കും ചെയ്യും. ഇന്നിപ്പോൾ പാല് ഞാൻ നിർബന്ധമായതുകൊണ്ട് വാങ്ങിയതാണ്. ചായക്കോ ഇനി പിസ്ത വെള്ളം എന്തെങ്കിലുമൊക്കെ കലക്കണം വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബുക്കിൽ പേര് ചെയ്താണ് കേട്ടോ. വീഡിയോ എടുത്താണ്ട് പേര് ചെയ്തതല്ലേ, അപ്പോൾ ഈ പേരൊന്നും നന്നായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഓഫാക്കിയിട്ട് പേര് ചെയ്ത്. അതിൻ്റെ ഇടയിൽ ഞാൻ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ അതാ നമ്മളെ ഫില്ലിങ്ങിലൊക്കെ ചൂടാറിക്കണം. അതൊരു വട്ടപാത്രത്തിലാക്കി ഞാൻ അടിച്ച് വെച്ചിരിക്കണം. ഇത് ഇവിടുന്ന് മാറ്റി വെക്കണം, ഇവിടെ കൂടി അടുത്തോടി വെക്കാതെ കേട്ടോ. അങ്ങനെ നമ്മൾ അടുക്കള തൽക്കാലത്തേക്ക് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ക്ലോസ് ചെയ്ത് അടുക്കളയിൽ നിന്ന് പോകുന്ന അപ്പം തന്നെ ഇതമോളെ മറ്റേ വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ തിരുമ്പണ പമ്പേഴ്സ് ഇട്ട് കൊടുക്കലുണ്ട്. ഇന്ന് ഞാൻ തിരുമ്പണ പമ്പേഴ്സ് ഒന്നും ഇട്ട് കൊടുക്കാതെയാണ് ഓൾ ഉറക്കിയത്. ഇതൊന്നും ഇടാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഓൾ മൂത്രയിച്ചാണ്ട് വന്നതാണ് കേട്ടോ. ഞാൻ ഓൾ ഉണത്തണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഓൾ ഉണത്തേൻ്റെ ആവശ്യമൊന്നും വന്നില്ല. ഓൾ ഉണന്ന് കിടക്കണുണ്ടായിന്. വട്ടപാത്രത്തേക്ക് മൂത്രയിക്കുമ്പോൾ കേൾക്കണ്ട വിചാരിച്ചിട്ടാണ് അതിൻ്റെ അടിയിൽ തുണിയൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ. എടോക്ക് ഡേ എന്നെ കാണില്ലല്ലോ, നോക്കട്ടെ ചുന്തരി. ഓളെ ഞാൻ കുറേ വിളിച്ചു നോക്കി, ഓളെ മെയിൻറ്റെയിൻ ചെയ്യണില്ല. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് മാറ്റി ഒരുങ്ങി നിൽക്കാനുണ്ട്. ഓളെ തലയിലുള്ള ആ പൂവുണ്ടല്ലോ, അത് ഈ പോകുമ്പോഴുള്ള ഭംഗി തിരിച്ച് വരുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. അതൊക്കെ പിടിച്ച് വലിച്ച് എറിഞ്ഞിട്ടുണ്ടാവും. ഒക്കെ തലയിലൊന്നും വെക്കണോ ഇഷ്ടമല്ല, പക്ഷേ എനിക്കെല്ലാം വെച്ച് കൊടുക്കുമ്പോൾ ഞാനതൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് പോവുക. ഇനി തിരിച്ചു പോരുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ കാണിച്ചാൽ ഉണ്ടാവും എന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്നിങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഈ നടക്കണ വൈക്കലുണ്ടല്ലോ ഒരു മെൻസന്മാരും ഇല്ല. ഈ സമയമായതുകൊണ്ട് കുഞ്ഞാവക്കൊന്നും ഞങ്ങൾ ആക്കി തരാനും കഴിയൂല കേട്ടോ. എൻ്റെ മൂത്തശ്ശി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് നടന്നു പോകുന്നത്. ആദ്യം ഞങ്ങൾ പോണ്ടാന്ന് ഇങ്ങനെ വിചാരിച്ചു. പിന്നെ മക്കൾ വരണമെന്ന് പറഞ്ഞ് മാഷ് ഇവിടെ അടുത്തുള്ള തന്നെയാണ്. അപ്പോൾ മാഷനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് വരാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ വന്നോളി, മാർക്കൊക്കെ കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ നാളെ ഒരു എക്സാം നടത്തിന് അതിൻ്റെ മാർക്ക് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ ഈ പൂർണ്ണ വൈക്കലുണ്ടല്ലോ ഹരിതസേനൻ്റെ കവർ ഉണ്ടോലും ഇങ്ങനെ ഊരിക്കണം. ഈ കവർ സത്യത്തിൽ എന്തിനാണ് വാങ്ങണത് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എല്ലാവരും ചീഞ്ഞ കവറും കൊണ്ടുവന്നിട്ട് പോലും എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് അറിയില്ല. ഓല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ തരം തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സ്കൂളിൽ എത്തിയപ്പോഴാണെങ്കിൽ നേരത്തെ കാലത്ത് പോന്നിട്ട് 3:15 സ്കൂളിലെത്തിന്. എല്ലാവരും ഇവിടെ സ്കൂളിൻ്റെ പുറത്ത് ഇങ്ങനെ വന്നിക്കാണ്. ഉള്ളിക്കാരും കയറിയിട്ടില്ല കേട്ടോ. 3:30 മീറ്റിംഗ്. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഫാദിമോൻ്റെ ക്ലാസ്സാണ് ആ കാണുന്നത്. ഓൻ അവിടെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ കണ്ടതും പിന്നെ ഓനെ കാണാമല്ലോ, ഓൻ അകത്ത് കയറി പോയിക്കണം കേട്ടോ. ഓരോ ക്ലാസ് പഠിച്ചിട്ട് കുട്ടികളിങ്ങനെ പറയുന്നുണ്ട്, ഫൈസാൻ്റെ കുട്ടി വന്നിക്കണം ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പറയണേ ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. ഞങ്ങളെ കണ്ടതും ഓനകത്തേക്കട് കയറിപ്പോയി. പിന്നെ ഓനെ പൊട്ടിത്തെറിപ്പ് വരും. അതുവരെയും ഓൻ അവിടെ ദാതേനി പുറത്തു കൂടെ ഇങ്ങനെ കുട്ടികളോടൊക്കെ വലിയ ആളായി വർത്താനം പറഞ്ഞ് നടക്കേനി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു ക്ലാസ്സിലാണ് മീറ്റിംഗ് നടക്കുന്നത്. 2ാം ക്ലാസ് ഉണ്ട് കേട്ടോ. ഫാദിമോനാണ് ആ ബാഗും തൂക്കിയാൽ കയറി പോകുന്നത്. എന്നെ കണ്ടിട്ട് ഒരു മെയിൻറ്റും കൂടി ഇല്ല ഓന് ഞാൻ കണ്ടാൽ ഈ പുറത്തിറങ്ങിയാനൊക്കെ ചീത്താരും വിചാരിച്ചിട്ടാണ് ആ ഒരു പൂക്ക് പോണത്. എന്തായാലും ഇനി മീറ്റിംഗ് കഴിഞ്ഞിട്ട് കാണാം.
അങ്ങനെ ആ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിക്കണം കേട്ടോ. ഒപ്പം പോകുന്ന പോലെയൊക്കെ പിടിച്ചണമല്ലോ. അങ്ങനെ ഒപ്പം പോകുന്ന പോലെയൊക്കെ ഫോൺ വിളിച്ച് തിരഞ്ഞെടുത്ത് പിടിച്ചിക്കണം കേട്ടോ. ഓലെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെയാണ് ക്ലാസ്. പോരിനെ വഹിക്കുന്നതിൽ അടുത്തുള്ള ഒരു ഓട്ടോറിക്ഷ കിട്ടി. ആ ഓട്ടോറിക്ഷയിലാണ് നമ്മൾ പെരേക്ക് പോകുന്നത്. പെരേക്ക് എത്തിയിട്ടില്ലെങ്കിലും ബൈക്കിലാണ് എത്തിയത്. നമ്മൾ നേരത്തെ വീഡിയോ എടുത്ത് ആ സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ എത്തിയത്. അങ്ങനെ ഞാൻ ഈ പെരയിലെത്തിയിട്ടുണ്ട്. പെരയിലെത്തിയപ്പോൾ നല്ലൊരു മഴക്കാറുണ്ട്. മഴ പെയ്യാനായിക്കുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ അനൂസിൻ്റെ കുറേ ബാലമൊക്കെ ഉണ്ട്. എൻ്റെ ബസ്സൊക്കെ കാണാനായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് നല്ലൊരു മഴയാണ് പെയ്ത് ചോർന്നു കേട്ടോ. ചെറുതായിട്ട് ഇപ്പോൾ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഫാദിൻ്റെ ബാഗ് ഇതാ ഇവിടെ എത്തിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ കാണിച്ചു തന്നില്ലല്ലോ. അനൂസിൻ്റെ കൗത്തുകൂടെ ഒരു കയറൊക്കെ ഇട്ടിക്കുന്നുണ്ട്. സ്കൂളിൽ നിന്ന് ഒരു കുട്ടി ഉന്തിട്ടാണ്ട് കയ്യിന് ചതവൊക്കെ ഉണ്ട്. ഒരു കെട്ടൊക്കെ കെട്ടിക്കണം. ഓൻ അല്ലെങ്കിൽ ചെറിയൊരു വേദന ഉണ്ടായത് തന്നെ ബാൻഡേജും ചുറ്റി നടക്കുന്ന ഒരാളാണ്. ഇപ്പം എന്തായാലും നല്ല ഉസാറായിക്കണം. എന്തായാലും ഫാദിമോൾ ഇതാ അവിടെ എന്തിനോന്ന് വാശി പിടിച്ചിരിക്കുകയാണ്. ഇസമോൾ ഇതാ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊണ്ടുപോയി അതിന് കുഴങ്ങി കിടക്കുകയാണ് കേട്ടോ. ഓളും ഓളതായ വാശിയൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അടുക്കളയ്ക്ക് വന്നിക്കണം കേട്ടോ. അടുക്കളയ്ക്ക് വരാതെക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ കുത്തിരുന്നാൽ മതിയേന്. അപ്പോൾ അത് നമ്മളെ ചിക്കൻ കറിയൊക്കെ റെഡി ആക്കണം. പിന്നെ നമ്മളെ കരിപൊരികളുണ്ടല്ലോ, ആ പൊരി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. മോമോസ് പോലൊരു സാധനമാണ്. ആദ്യം ആവിയിൽ വേവിക്കാൻ വിചാരിച്ചു, പിന്നെ വിചാരിച്ച് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചാന്ന്. ആദ്യം ആ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉണ്ടാക്കി നോക്കി. പിന്നെ ഞാൻ 2-3 ബോൾസൊക്കെ ആക്കിയിട്ട് വലുതാക്കിയാണ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ വേണ്ട കയ്യോളല്ലോ വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ സ്കൂളിട്ട് വന്നാണ്ട് ഇവലൊക്കെ അവിടെ ചായ അടിച്ചു കൊണ്ട് ഇവലൊന്നും കുപ്പായിടൂലേ, എത്ര പറഞ്ഞാലും കേൾക്കൂല. അങ്ങനെ നമ്മൾ മോമോസ് പോലെ ചുരുട്ടിയൊക്കെ അവിടെ വെച്ചിക്കുന്നുണ്ട്. ഒന്നിതാ ഇതുപോലെയും ചുറ്റി വെച്ചിക്കണം കേട്ടോ. നമ്മളെ എന്താപ്പം അതിന് പറയൽ ആ സംഭവം പൂവാട പോലെയൊക്കെ ചുറ്റി വെച്ചിക്കണം കേട്ടോ. ഇനി ഇതൊക്കെ പാടെ നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിക്കണം. അത് ചൂടാകാൻ വേണ്ടി കാത്തിക്കാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിക്കണം. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കട്ടെ. ഇങ്ങനെ ഞാൻ ഇതിൻ്റെ മുമ്പ് ഉണ്ടാക്കിന്. എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ട മിക്സും ബ്രെഡ് ക്രംസും ഒക്കെ ഉപയോഗിച്ചാണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടാവും നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ ഇതിന് മുമ്പ് ഇവിടെ ഉണ്ടാക്കിയിനി. അങ്ങനെ ഈ സംഭവമൊക്കെ ഇവിടെ ഉണ്ടാക്കി ഇവിടെ റെഡിയാക്കി വെച്ചാണ്. അപ്പം ഇനി ഇത് ഇവിടുന്ന് തിന്നാൻ വരണ്ട, നോമ്പ് തുറക്കുമ്പോൾ എല്ലാവർക്കും കൂടി ഒപ്പം തിന്നാമെന്നും പറഞ്ഞിട്ട് ഇവിടെ വെച്ചതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ ഇത് കാണൂല കേട്ടോ. ഞാൻ ചിലപ്പോൾ 1-2 തിന്നുള്ളൂ, ബാക്കിയൊക്കെ ഓൽക്ക് തിന്നാനുള്ള തന്നെയാണ്. അങ്ങനെ നോമ്പ് തുറക്കാനായിക്കണം കേട്ടോ. ഞാൻ പിസ്ത വെള്ളം ഉണ്ടാക്കി വെച്ചിരിക്കണേ. പിന്നെ ഈ മോമോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോമോസ് എന്നൊക്കെ പറയാം. അതിന് ടൊമാറ്റോ സോസും കൂട്ടി തിന്നാന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ബാങ്ക് കൊടുക്കാനായിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറി നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ എങ്ങനെ ഉണ്ടായിനെന്ന്. ഇതാ ചിക്കൻ കറി പൊതിയിലേറെ തിന്ന് കഴിഞ്ഞിരിക്കുന്നുണ്ട്. പത്തിരിയും പൊതിയിലേറെ സ്ക്രൂട്ട് തിന്ന് കഴിഞ്ഞു. എന്നാലും ഓലിൻ്റെ ഒപ്പം കുത്തനാണ്ട് ചിലപ്പോൾ തിന്നു കേട്ടോ. അങ്ങനെ ഒരു ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞു ചെയ്ത് ഇനി ഒപ്പം തിന്നാന്ന്. പിന്നെ അതാ ഞാൻ പിസ്ത വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ബാങ്ക് കൊടുക്കാനായിക്കണം കേട്ടോ. ഇനി നോമ്പറക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇത്ര സാധനം തന്നെയാണ് ഉണ്ടാക്കിയത്. തന്നെ കുറച്ച് അധികമാണല്ലോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.